ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 58. Day 57. അപ്പോൾ വീട്ടുകാർ വരുന്ന ദിവസമാണ്. അപ്പോൾ ബിഗ് ബോസ് കുടുംബവിളക്ക് ബിഗ് ബോസ് ആദ്യം അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും പേര് കേൾക്കുമ്പോ തന്നെ വെറുപ്പിക്കലായി തുടങ്ങി. സത്യം അതിങ്ങനെ കേട്ടിട്ട് ചാടിക്കളി കണ്ടിട്ട് ആദ്യം ഭയങ്കര രസമായിരുന്നു. അപ്പോൾ വൻ വെറുപ്പിക്കലായിരുന്നു. അയാൾ വിചാരിച്ചുള്ളത് അയാളെ സംഭവങ്ങളൊക്കെ പുറത്ത് ഭയങ്കര ഹിറ്റാന്ന് വിചാരിച്ചത്. അങ്ങനെ ഫാമിലി റൗണ്ടിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി അത് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാം. ആസ് യൂഷ്വൽ ബിഗ് ബോസ് സീസൺ 7 അടുക്കള അടി, അതാണ് മെയിൻ കണ്ടന്റ്. രാവിലെ നീച്ചപ്പോൾ തന്നെ അനീഷ് പിടിച്ചിട്ട് അത് കാര്യം കേട്ടോ. അനീഷ് പറയുന്നതിന് ഗിസയിൽ പറഞ്ഞോണ്ട് പുഴുവിനെ കണ്ടു. ഒരുമാതിരി ഭയങ്കര മോശമായ അവസ്ഥയില്ല. ലൈവൊക്കെ നോക്കി അറിയാം. ലൈവില് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നു. അതെ, പാത്രങ്ങൾ ഇരിക്കുന്നതും ഇട്ടിട്ട് പോയതും. അതായത് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ലാലേട്ടന്റെ എപ്പിസോഡിന് ഇവര് പ്രിപ്പയർ ചെയ്യുന്നത് തലേദിവസം കിടന്ന് ഉറങ്ങൂലോ. അന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഫുഡ് വെച്ചിട്ടില്ല. കാരണം ശനിയാഴ്ച ഫുഡ് പുറത്തുനിന്നാണ് വരുന്നത്. അന്ന് മുതലുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. ശോകം എന്നൊക്കെ പറഞ്ഞല്ലോ, വൻ ശോകാവസ്ഥയായിരുന്നു അത്. അനീഷ് കൃത്യമായി പറയും സമ്മതിക്കുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടില്ല. അല്ല, ലക്ഷ്മി അമ്മയിച്ചു ഇല്ല, ക്ലീൻ ചെയ്തിട്ടില്ല. ബിന്നി വിടുന്നില്ല. ബിന്നി അമ്മ പിടിച്ച് ഞാൻ ക്ലീൻ ചെയ്യാൻ വരുന്നു. അപ്പോഴേക്ക് അനീഷേട്ടൻ ചെയ്തു അങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ ആരും ഇല്ലാത്തോണ്ടാ വന്ന് ചെയ്തു. അതിന് ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഹൈജീൻ ഇഷ്യൂസ് അവിടെ ഉണ്ട് എന്നുള്ളത് ഈ സീസണിന്റെ തുടക്കം മുതലേ നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തന്നെ കാണാൻ പറ്റും. എല്ലാ സീസണിലും 1-2 ആൾക്കാർക്കൊക്കെ വൃത്തി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പേഴ്സണൽ ഹൈജീൻ അല്ല, ചുറ്റുപാട് ഒരു വ്യക്തിയുടെ സ്ഥലങ്ങളും അവരെ പേഴ്സണലിൽ പെടേണ്ടതാണ് ശരിക്കും. കാരണം നമ്മൾ ചുറ്റുപാടും കൂടെ നോക്കണ്ടേ. അവര് ചില സമയത്ത് നമ്മൾ കിടക്കുന്ന റൂമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഒക്കെ നിലത്ത് കിടന്നു. കഴിഞ്ഞ സീസണിൽ ഒരു ടിഷ്യൂ പേപ്പർ നിലത്ത് കിടന്നാൽ അടക്കം അത് ഭയങ്കര അടിയാണ്. പിന്നെ ലിപ്സ്റ്റിക് ആരുടെ കണ്ടുപിടിക്കാൻ പോണു. അത് അത്രയും ഹൈജീൻ നോക്കിയിരുന്നു. പക്ഷെ ഈ സീസൺ വട്ട പൂജയാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് പൊതപ്പിന്റെ അടിയിൽ എന്താ നടക്കുന്നത് മാത്രമാണ്. അങ്ങനെ രാവിലെ ഹൈജീന്റെ പേരിൽ നല്ല അടിയായി. ഞാൻ പറയുമ്പോ അത് ലാലേട്ടനും ബിഗ് ബോസും ഭയങ്കരമായിട്ട് അതിന് വാൺ ചെയ്യണം. കാരണം വല്ല അസുഖം അല്ലേ, ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല. വലിയ വില കാണിക്കൂല. ലാലേട്ടനെ പോലെ അവർക്ക് വില ഇല്ല. എന്നിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിനുള്ള പരിപാടികൾ തുടങ്ങി. ക്യാപ്റ്റൻസി ടാസ്കിന്റെ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് ഇന്നിപ്പോൾ ലൈവ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ടാസ്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡിൽ കാണിച്ച പോലെയല്ല, ശരിക്കത് ഡിസൈൻ ചെയ്തത് ഫോർ ആര്യൻ എന്നുള്ളതാണ് എനിക്ക് തോന്നി. സ്പീഡിൽ വന്ന് ലെറ്റേഴ്സ് എടുത്ത് കൊണ്ടുപോയി വെക്കേണ്ട ഒരു ടാസ്ക്കാണ്. കംപ്ലീറ്റ്ലി ഡിസൈഡഡ് ഫോർ ആര്യൻ എന്നുള്ള രീതിക്ക് തന്നെ എനിക്കത് ഭയങ്കര ഫീൽ ആയി. ആര്യൻ തന്നെ ജയിക്കുന്നു എനിക്ക് തോന്നിയിരുന്ന ഒരു സിറ്റുവേഷനിൽ ആര്യൻ ഒന്നും അറിയാത്ത മണ്ടന്മാരെ പോലെ കളിച്ചിട്ട് അത് തോറ്റു കൊടുത്തു എന്നേ പറയുള്ളൂ. കാരണം അവിടെ 2 കാര്യമാണ്. ഒന്ന്, ബിന്നിന്റെ കയ്യിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ആഴ്ച ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ബിന്നിക്ക് എന്തായി, ഇമ്മ്യൂണിറ്റി പവർ റെലവെന്റ് അല്ലല്ലോ. ഓൾറെഡി ക്യാപ്റ്റൻ ആയ ഇമ്മ്യൂണാണ്. പിന്നെ അതിന് ഇമ്മ്യൂണിറ്റി സാധനം പിന്നെ റെലവൻസ് ഇല്ല അവിടെ. പിന്നെ ഫാമിലി വീക്കും ആണ്. അല്ലെങ്കിലും ഇമ്മ്യൂണിറ്റി ഫാമിലി വീക്ക് ആവുമ്പം ക്യാപ്റ്റൻ ഒന്നും ചെയ്യാണ്ടാവില്ല. കാരണം അത് വലിയ പ്രശ്നമില്ല, തട്ടിമുട്ടി ഇങ്ങനെ പോകും. പിന്നെ ക്യാപ്റ്റൻ ആരാ എന്താന്നല്ലോ, ക്യാപ്റ്റന് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ക്യാപ്റ്റനായിട്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇമ്മ്യൂണിറ്റി കളയാനുള്ള പരിപാടിയാണ്. അത് പിന്നിക്ക് മനസ്സിലായത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആർക്കും കൊടുക്കാതിരുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ആര്യൻ അങ്ങനെ കളിച്ചതാണെങ്കിൽ അത് ശരിക്കും ചോദിക്കണം, ആര്യൻ എന്തിനാ അങ്ങനെ കളിച്ചതെന്നുള്ളത്. കാരണം ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് മനസ്സിലാവാത്ത വിഷയമൊന്നും ആര്യനുണ്ടോ അല്ലെങ്കിൽ അക്ബറുണ്ട്. അക്ബർ പിന്നെ ഓബിയസ്ലി അത്ര സ്പീഡല്ല. ആര്യൻ ഭയങ്കര സ്പീഡായിട്ടാണ്. എന്നെ ആരും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബിന്നിക്ക് കൊടുക്കാൻ വേണ്ടി കളിച്ച പോലത്തെ ഒരു പരിപാടിയായിട്ട് തോന്നി. നല്ല ട്രൈ ആണ്, നല്ല ട്രൈ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിന്നി അതിക്ക് മുകളിലൊന്ന് കളിച്ചു. ആർക്കും കൊടുക്കാത്തൊരു കളി പിന്നെയും കളിച്ചിട്ട് ബിന്നി പറഞ്ഞു ഞാൻ അത് നാളെ നോമിനേറ്റ് ചെയ്യും. പിന്നെ പറയുന്നത് കൊടുക്കാതിരിക്കുന്നത്. അത് കഴിഞ്ഞു. അതിന് വേണ്ടി ഫാമിലി റൗണ്ടിന്റെ ഭാഗമായിട്ട് ഫാമിലീസ് വന്നു തുടങ്ങുമ്പോൾ ഇപ്രാവശ്യം 7ന്റെ പണി സീസൺ ആയതുകൊണ്ട് ഇവർക്കൊരു ടാസ്ക് പെട്ടെന്ന് കാണാനും പറ്റില്ല. അവരായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള കുറെ സമയം പോയി കിട്ടും ചെയ്തു. ഇതേ വന്നു ദാ പോയി എന്നാണ് ഫാമിലി ഒക്കെ പെട്ടെന്നല്ലേ കണ്ണടച്ച് തുറക്കുന്ന നേരം ഫാമിലിയും അവരൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, വീട്ടുകാരൊപ്പം നിന്ന് പോയി. അതിൽ തന്നെ
ഷാനവാസിന്റെ കുട്ടി വന്നത് മുതൽ നെവിന് നല്ല രീതിയിൽ സപ്പോർട്ട് സാധനങ്ങൾ ഇട്ട് കൊടുത്തു. നെവിനാണ് ഈ കുട്ടീനെ മാക്സിമം ആകെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മൊത്തത്തില്. കുട്ടി വന്ന് കേറിയപ്പോ തന്നെ നീ എന്താ ഇങ്ങനെ സാധനങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടേ നെവിൻ ഇങ്ങോട്ട് വന്ന് കയറുമ്പോ തന്നെ മറ്റേതാ ക്ലൂ 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 എന്ന് പറഞ്ഞാണ്ട് ഇരിക്കുന്നുണ്ട് നെവിൻ. നെവിന് മനസ്സിലായി കുട്ടികളുടെ ഇടയിൽ ഭയങ്കര സ്റ്റാർ ആയിരുന്നു മനസ്സിലായി. കുട്ടികളെ ഒരു ടോയ് പോലെയൊക്കെയാണ് ഞാൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത് വെച്ചിരുന്നു. ആ കുട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ടാസ്ക് തുടങ്ങി. അനീഷ് ഇന്ന് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയാണ്. അയാള് സത്യത്തിൽ അയാൾ ഇങ്ങോട്ട് ഇല്ലാതായ അയാളെ ഫോട്ടോ കല്യാണത്തിന്റെ ഫോട്ടോ അത് അയാള് ലൈവില് പറയുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ ഫോട്ടോ ആണ്. അപ്പൊ എനിക്ക് ആ ഓർമ്മകളും പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാൻ ആകെ സ്റ്റക്കായി പോയി. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെ ഒക്കെ ഓർമ്മ വന്നു. ആ നടന്ന കൈ വിറക്കുണ്ടായിരുന്നു അയാളത്. ആ സാധനം വെക്കുമ്പോ അയാളെ കൈയൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ഭയങ്കര ഇത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ട പോലെയല്ല. അയാള് ലിറ്ററലി സ്ട്രഗ്ലിംഗ് അയാൾ എത്ര നേരം എടുത്തിട്ടാണ്. അയാൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അയാൾ കണ്ടവൻ സമയം എടുത്തിട്ട് അയാൾക്ക് ഒരു രക്ഷയിലായിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് വീട്ടുകാരോട് സോഫയിൽ നിന്ന് അവിടെ പോയി കാണാൻ പറഞ്ഞു. ഇയാൾ നടന്നിട്ടുണ്ടപ്പോൾ നിങ്ങൾ ഇനി പോയിക്കോ, നിങ്ങൾ ടാസ്ക് നടക്കുന്ന ഏരിയയിൽ പോയിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ പോയി കണ്ടത്. അപ്പോൾ അനീഷിന്റെ അമ്മി ഇതേപോലെ തന്നെ കേട്ടോ, ഷാനവാസിന്റെ കുട്ടീനെ പോലെ. അനീഷിന്റെ അമ്മി വന്നത് മുതലേ അത് ഇതില് എപ്പിസോഡിൽ കാണിച്ചില്ല. അനീഷിനോട് വന്ന് സോഫയിൽ നിന്ന് പറയുന്നുണ്ട്, നീ എങ്ങനെയാ വന്നേ, ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്ക് നീ ആ കളി അങ്ങനെ തന്നെ കളിക്കുന്ന പറഞ്ഞു. മുപ്പത്തി നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ അത്യാവശ്യം ഇവർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. ബീഷ് എങ്ങനെയാ ഇപ്പൊ നമുക്ക് ആ കളീന്റെ സമയത്ത് കണ്ടത് വെച്ചിട്ട് അച്ഛൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടായിരിക്കും. എന്താണെങ്കിലും മൊത്തത്തിൽ വീട്ടുകാർ കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഷാനവാസിന്റെ വൈഫാണെങ്കിലും അനീഷിന്റെ അമ്മയാണെങ്കിലും ഒക്കെ അത്യാവശ്യം അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ അത് കൊടുത്തു വെച്ച് പോയിട്ടുണ്ട്. പിന്നെ മാക്സിമം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടാൻ നോക്കിയ ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ എവിടേക്കോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത്ര വലിയ സ്റ്റേ ആയിരുന്നില്ല. ഒരു ഷോർട്ട് സ്റ്റേ ഉച്ചക്ക് കയറി വൈകിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്തു. പിന്നെ എല്ലാവരും ബിന്നിയുടെ ഹസ്ബൻഡിന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പ്. അതിനിടയിൽ അവിടെ ക്യാപ്റ്റൻസി കിട്ടിയ ബിന്നി അതും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ കാണിച്ചിട്ടില്ല. ക്യാപ്റ്റൻസി കിട്ടിയ ബിന്നി അതിനിടയിൽ വെസൽ ടീം മറ്റു ടീമുകളായിട്ട് തിരിക്കുന്ന പരിപാടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറലവൻ്റ് ആണ്, കാരണം സ്ഥിരം നടക്കുന്ന സെയിം പരിപാടികൾ. സാബുമാൻ്റെ മുഖം ഒരു കൊടൂരായിട്ടുണ്ടായിരുന്നു. ഞാൻ സാബുമാൻ വെസൽ ക്യാപ്റ്റൻ ആണല്ലോ, ഞാൻ പുതിയൊരു ഐറ്റം കൊണ്ടുവരാണ്, എല്ലാവരും കഴിച്ച ബൗളും പാത്രമൊക്കെ അവനാൻ തന്നെ കഴുകി വെക്കണം. അക്ബർ നീച്ചിട്ടേ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു. ദിവസം വീട്ടിൽ നിന്നിട്ട് എനിക്കൊരു കാര്യം പറയണ്ടത്, എല്ലാരും കഴുകിയ പാത്രം എന്തോ പുതിയൊരു മൂപ്പര് നീച്ചിട്ട് അപ്പൊ ഒരു കാര്യം പറയുമ്പോ പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻസ് വന്നു. നോമിനേഷൻസിന്റെ പ്ലാനിങ് ഭയങ്കരമായിട്ട് ഇപ്പൊ നടക്കണം. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോ നോമിനേഷൻസിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് ഇവരിപ്പോ എങ്ങനെ അറിയോ, തമ്മിൽ ഇപ്പൊ ഒനീലും ആദിലയും കൂടി ഗിസേലിനെയും ലക്ഷ്മിനെയും നോമിനേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമിനേഷന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് ഇവർ കൃത്യമായിട്ട് ഇനിയിപ്പോ എന്താ എണ്ണം കൂടുമ്പോഴാണ് ഇത് വിഷയം. എണ്ണം കുറഞ്ഞപ്പോ ഇവർക്ക് ഇനിയിപ്പോ എന്താണ് വീക്ക് ആയിട്ടുള്ള ആരാ, സ്ട്രോങ് ആയിട്ടുള്ളത് ആരാ, ആർക്കൊക്കെ വോട്ട്, ഈ സാധനം മനസ്സിലാവാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ എന്തായാലും ഇത് വേറെ കാര്യമുണ്ട്. അതിലെ ക്രൂക്കഡായിട്ട് നന്നായിട്ട് ക്രൂക്കഡാണെങ്കിൽ നന്നായി കളിക്കേണ്ട ഒരാളാ ഷാനവാസ്, അക്ബർ, ഒനിയിൽ മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ ആൾക്കാർ ഇവര് കുരുട്ടാ. ഇവരപ്പോ ആ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോ അവരാ സാധനങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് എന്തിനു പോയെ, വോട്ടിങ്ങിന് പോയെ. പക്ഷെ ഈ പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമായി നിന്ന ആരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആരും നോമിനേഷൻ ഫ്രീ അല്ല. ആദ്യമായിട്ടാണ് ഈ സീസണിലെ ആദ്യത്തെ ആഴ്ചയാണ്, ആരും ഇല്ലാത്ത ആദ്യത്തെ ആഴ്ചയാണ്. അതെ, ബിന്നി അതിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ലിസ്റ്റ് ഉണ്ട്, ഞാൻ ലിസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് നെവിനെയും ഒനീലിനെയാണ് പറഞ്ഞിട്ടുള്ളത്.
അനുമോൾ സാബുമാനും ലക്ഷ്മിനെയാണ് പറയുള്ളത്, ആര്യൻ ആദില അനുമോളിനെയാണ് പറയുള്ളത്, അക്ബർ നൂറേനും ലക്ഷ്മിനെ പറഞ്ഞു, ഒനീൽ ലക്ഷ്മിനെ ഗിസേലിന്. അതാ ഞാൻ പറഞ്ഞത്, ഒനീൽ നോമിനേഷൻ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ആദിലേൻ്റെ അടുത്ത്. ഗിസേല് ലക്ഷ്മി നൂറ, ഷാനവാസ് നെവിൻ അനുമോള്, നെവിൻ സാബുമാൻ ഗിസേല്, ആദില ലക്ഷ്മി ഒനീല്, അതിൽ പോയിട്ട് ഒനീലിന് ചെയ്തിട്ടുണ്ട്. പിന്നെ സാബുമാൻ അനുമോൾ ആദില, ലക്ഷ്മി ആദില നൂറ, നൂറ ഒനീലും നെവിനും, ബിന്നി അനീഷും ഗിസേലും. ഇതാണ് നോമിനേഷൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നോമിനേഷൻസിൽ ആരൊക്കെ വന്നിട്ടുള്ള, മൊത്തത്തിൽ ആരൊക്കെ വന്ന? സാബുമാൻ, നൂറ, നിവിൻ, അനുമോൾ, ജിസേൽ, ഒനീൽ, ആദില, ലക്ഷ്മി. ഇതിലിപ്പോ എന്താണെങ്കിലും എന്താ അറിയോ, ഇതില് വീണ്ടും അല്ല, ഇതില് വേറെ കാര്യമുണ്ട്. സാബുമാൻ വന്നു, ഇതില് പിന്നെ ആരെപ്പോൾ രക്ഷപ്പെട്ടു പോയെ? അനുമോളില്ല. അനുമോളുണ്ട്. ഇനി സാബുമാന്റെ കാര്യം ഒന്ന് കണ്ടറിയണം കോശി. അനുമോളുണ്ട്. ഇനി ഇതെന്താ ആദില നോറ വലിയ വോട്ട് ബാങ്കാ. അതിൽ ഇനി മറയാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ അനീഷ് വന്നിട്ടുണ്ട്. അനീഷല്ല ഷാനവാസ്. ഷാനവാസിന്റെ വോട്ട് ബാങ്ക് അനീഷിലേക്ക് പോകും. അത് വേറെ എവിടെയും അനീഷില്ല. അനീഷ് ഇല്ലല്ലേ? സോറി ഒരു നോമിനേഷൻ ഒന്നും പറയും. ഇതില് അനീഷില്ല. അനീഷിന്റെയും ഷാനവാസിന്റെയും ഇവര് രണ്ടുപേരെ വോട്ട് ബാങ്കും കൂടി ആർക്ക് പോകുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതില് മിക്കവാറും ഇത് ആർക്ക് പോകുന്നറിയോ? ഷാനവാസിന്റെ വോട്ട് ബാങ്ക് മൊത്തം ആദിലാനോറയ്ക്ക് കയറും. അനീഷിന്റെ പിന്നെ ഇല്ല, കേറില്ല. ആദിലാനോറയ്ക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് തമ്മിൽ അടിയാണെന്നുണ്ടെങ്കിലും അല്ലേ, സംഗതി കേരള ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും അങ്ങനെയാണ് അതിന്റെ നോമിനേഷന്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം. നിങ്ങളെ കണക്കിന് ആര് പോകും? ഒരു ഗസ്, എനി ഗസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഇനി സാബുമാൻ, നൂറ, നെവിൻ, അനുമോൾ, ഗിസേൽ, ഒനീൽ, ആദില, ലക്ഷ്മി. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആൾക്കാരെ ഞാൻ പറയട്ടെ. അനുമോള്, നൂറ, അത് കഴിഞ്ഞാ ആദില, അത് കഴിഞ്ഞാ ലക്ഷ്മി കഴിഞ്ഞാ പിന്നെ എനിക്ക് തോന്നുന്നു ജിസേലായിരിക്കും. അത് കഴിഞ്ഞാൽ സാബുമാനും ഒനീലും അതിലാരെങ്കിലും ഒരാളാവും പോവാൻ ചാൻസ് കൂടുതൽ. അതിൽ തന്നെ ഇനിയിപ്പോ സാബുമാന് വേണ്ടി ആരെങ്കിലും വോട്ട് മറച്ചു കഴിഞ്ഞാൽ സാബുമാൻ തുടരും, ഒനീല് പോകും. ഒനീലും നെവിനൊക്കെ കുറവായിരിക്കും. ഒനീല് കുറവായിരിക്കും. കാരണം എന്താ പറയുക, ഈ ഫാമിലി റൗണ്ടിൽ ഈ നെവിൻ കടന്നിട്ട് ഈ തുള്ളിക്കളിയും ചാടിക്കളിയും കാണിച്ചിട്ട് കുറച്ചെന്ത് ചെയ്യും, കുറച്ചൊരു സാധനം പിടിക്കും നെവിൻ. ഒനീല് അതും കിട്ടില്ല, ചാടിക്കളി. അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ചാടാൻ പോണത് ഒനീലാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ഒനീലോ സാബുമാൻ ഇതിലാരെങ്കിലും ഒരാൾ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോ കാറിന്റെ ടാസ്ക് വന്നു. അത് അവരെ സ്പോൺസർഷിപ്പാണ്. കാറിന്റെ ടാസ്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, അതങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിന്നീസ് ഹസ്ബൻഡിന്റെ എൻട്രി വന്നത്. ബിന്നീന്റെ ഹസ്ബൻഡ് എൻട്രി ചെയ്തത് മുതൽ ഈ നെവിൻ വെറുപ്പിച്ച് അയാൾക്ക് ഈ വീട്ടിലേക്ക് വരണ്ടാന്നുള്ള രീതിക്ക് ഓൾറെഡി ഈ സീസണിൽ വീട്ടിലേക്ക് വരുമ്പോ തന്നെ എല്ലാവർക്കും ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവും. സദാചാരം എന്നുള്ള എലമെന്റ് എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവും. കാരണം അവിടെ നടന്നത് ഫുള്ളാ സദാചാര കളി. ആൻഡ് ബിന്നിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ബിന്നിക്ക് വേണ്ടിയിട്ട് ഈ വർക്ക് PR വർക്കും പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചും കൂടി എൻഗേജ്ഡ് ആണ് ഈ ഷോ ആയിട്ട്. വള്ളി പുള്ളി കാണാതെ അയാൾക്ക് അറിയുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാളാവുമ്പോ അയാള് മുന്നിൽ പോയി നിന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ ഒരു തമാശക്കൊക്കെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ രസമാണ്. ഇത് ഇങ്ങനെ വെറുപ്പിക്കന്നായിരുന്നു. നെവിൻ ബെഡിന്ന് മാറുന്നില്ല, പോകുന്നില്ല, അതൊക്കെ പിന്നെ രസാണ്, തമാശ തമാശ ആയിക്കോട്ടെ. തമാശകളൊക്കെയാണ് ഒരു സ്പെഷ്യൽ സാധനം. ആ നോട്ടവും അവിടുന്ന് പോവാതെ കിടന്ന് വട്ടം കറങ്ങിയിരിക്കല് ഇങ്ങനെ ഈച്ച. സ്പെഷ്യൽ സാധനം എന്താ? പവിഴമഴ അണക്കിട്ട അതേ പാട്ടാണ്. കൈമാറിയിരിക്കുന്നു. പവിഴമഴയെ തുടരും. അപ്പോ വന്നത് മുതലുള്ള വെറുപ്പിക്കൽ അങ്ങനെ പോകുന്നുണ്ട്. ഒനീലോട് പോലും ചോദിക്കാതെയാണ് നെവിൻ കൊണ്ടുപോയിട്ട് പൂതറി വെച്ചത്. ഇന്നിട്ടോ ഇപ്പൊ രാത്രി ഇപ്പൊ ലൈവ് ഇന്ന് എന്തായാലും ലൈവ് കാണണം. സുരാജ് ഒരു സിനിമയിൽ പറഞ്ഞാൽ എനിക്ക് കിടക്കപ്പുറതി ഇല്ലേ, അനുമോൾക്ക് അനുമോൾക്ക് അത്ര സീൻ എനിക്ക് തോന്നിയില്ല. അനുമോക്ക് നവീന്റെ പേരിൽ ഒരു 2 റൗണ്ട് ആയിക്കോട്ടെ അടിച്ച് എന്തെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ പുതപ്പിന്റെ അടിയിൽ ലാലേട്ടാ ഞാൻ കണ്ടു, ഇവര് ഭാര്യയും ഭർത്താവ് കൂടെ ഇല്ലല്ലോ, പുതപ്പിന്റെ അടിയിൽ ഞാൻ കണ്ടു പറഞ്ഞിട്ടേ ലാലേട്ടൻ പേടിച്ചിരിക്കും. എന്തൊക്കെ പറയേണ്ടി വരുമോ? സാബുമാൻ അവിടെ കിടക്കണവനാണ്. ആ പടുപാവതൊന്നും അറിയണില്ല.
മറ്റാള് അല്ല ഓരോ ചിലപ്പോ രാവിലെ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇത് പുതിയ ചോദിക്കും ചിലപ്പോ അയാൾ. മറ്റോ പുതപ്പ് പുഷപ്പ് എടുക്കണ്, അവിടെ കിടന്ന് കുത്തി മറിയണ്. അനുമോൾ അതിനിടയില്, അനുമോളാണ് ഐറടി. അപ്പുറത്ത് ജിസേലിന്റെ ആരെന്റേക്ക് നോക്കി അനുമോൾ ഇപ്പുറത്ത് കൊണ്ടുപോയി തലട വെച്ചിട്ട് കാണു, ആരെങ്കിലും കാണു. ഇതാണ് പ്രോക്കുല. അതാ, അത് ഭാര്യയും ഭർത്താവുമാണ്. അത് നമ്മൾക്ക് കുല കൺസെപ്റ്റിൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നീ ഇവിടെ കിടന്ന് ഷോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് തലടൊക്കെ വെച്ചോടുത്ത്. അനുമോൾക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടാവും, രാവിലെ ഇനിയിപ്പോ പിന്നെ എണീച്ച് ഇയാളെ കാലൊക്കെ ഒന്ന് ഇതാക്കി തുളസിക്കതിരൊക്കെ അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. എന്തായാലും അനുമോളെ 2 കണ്ണൊന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് നോക്കണം, പുറത്തേക്ക്. ഇല്ല, അനുമോൾ ആരും ഗിസയിലേ നോക്കും. അനുമോൾ എന്തായാലും ഇങ്ങോട്ട് നോക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താ, അനുമോള് കുടുംബത്തിൽ പറഞ്ഞാണ്. അനുമോൾ ഇങ്ങോട്ട് നോക്കില്ല, ഭർത്താവിനെ കണ്ട് അനുമോള് നോക്കുന്നുള്ള പ്രതീക്ഷ. ആര്യനിന്റെ മോനെ ഇജാതി ഊക്കലാണ് അനുമോളെ ടൂക്കിങ് കൊണ്ട്. അനുമോളെ ഭർത്താവ് വരുമോ? നിലത്തിരിക്കണം, നിനക്ക് എന്താ ദാരിദ്ര്യം? എമ്മാതിരി അടിയല്ലേ ആ അടി. പോട്ടെ, അനുമോക്കിട്ട് തോട്ടി വിട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നെവിൻ ഇവിടെ തള്ളി വെച്ച് നോക്കിയപ്പോ മറ്റോ ആരിനെ അവിടുന്ന് ഇടങ്ങാനായിട്ട് നോക്കി മാത്രല്ല, ബെഡ്ഷീറ്റ് നോക്കിയിട്ട് കാലൊന്ന് പുറത്തേക്ക് വിട്ടു. നെവിൻ എന്താ പറ്റിയേ മനസ്സിലാവും. നെവിൻ എന്താ പറ്റിയ? തമാശയല്ലത്. നെവിൻ എന്താ പറ്റിയേ? ശരിക്കും ലാലേട്ടൻ വന്നാ ചോദിക്കണം. ഒരു തമാശക്കൊക്കെ ഓവറാക്കിട്ട് ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ പോകുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനോയിങ് ആണ്. എനിക്ക് തോന്നുന്നു ഗസ്റ്റ് അല്ലേ വന്നത്, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് മാത്രം ആ ചെങ്ങായി അതിനെ വിട്ടു പോകുന്നുണ്ട്. ഇനി 1-2 ദിവസം കഴിഞ്ഞാൽ ചെങ്ങായി പൊട്ടും തോന്നുന്നുണ്ട്. ഇവന്റെ ഈ കാണിക്കലുണ്ട്, അമ്മാതിരി കാണിക്കലാണ് ഓടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഭയങ്കര ഭീകരം അല്ലേ? അയ്യോ ഭയങ്കര ദാരിദ്ര്യം, മോശം പരിപാടിയാണ്. എന്തൊക്കെയോ അവരെ ഉറങ്ങാൻ സമയത്ത് ഇവർക്ക് കുറെ ദിവസമായിട്ട് ഈ ടൈമിനോടൊക്കെ അഡ്ജസ്റ്റ് ആയിണ്ടാവും. അയാൾക്ക് ഇപ്പൊ ഈ സമയമൊക്കെ ആകുമ്പോൾ ഉറക്കം വരുന്നൊക്കെ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ചെന്ന് കറങ്ങി മുട്ടിത്തിരിഞ്ഞ്. പിന്നെ എന്തായാലും ഹസ്ബൻഡ് വൈഫാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബിഗ് ബോസ് ഹൗസ് ആണ്. അതിന്റെ ഉള്ളിൽ അവർക്ക് അവരെ വീട്ടിൽ താമസിക്കണമല്ലോ, താമസിക്കാൻ അവർക്കും അറിയാലോ, അവർക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ബിന്നിന്റെ ഹസ്ബൻഡിന് വളരെ കൃത്യമായിട്ട് അറിയും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ കാണുമ്പോഴേ അവിടെ ഇരുട്ടുള്ളൂ, പകല് പോലത്തെ വെളിച്ചാണ് അവിടെ അതിനകത്ത്. അല്ലാതെ ഈ ഇരുട്ട് എന്ന് പറഞ്ഞ സാധനമൊന്നും അതിനകത്തില്ല. പിന്നെ ഇവർ എന്ത് ഓപ്പനാണോ ഈ രവിനൊക്കെ അവിടെ കിടന്ന് മറ്റേ ഞാൻ പറയുന്നില്ല വട്ടം കറങ്ങണ. എന്താണെങ്കിലും ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ മേ ബി അടി പൊട്ടാനും ചാൻസ് ഉണ്ട്, പറയാനും പറ്റില്ല. നാളത്തെ പ്രമോ ഒന്നും അറിയില്ല. പ്രമോലും ഞാൻ അല്ല, പ്രമോ നാളെ നമ്മളെ ആദിലാനോറാത്ത് പറയാൻ പറഞ്ഞത്. ഇന്ന് അക്ബർ പോയിട്ട് ആദിലാനോറയോട് ദിയാസന വരും. അത് അക്ബർ തമാശക്ക് പറഞ്ഞതാണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ തമാശ പെയിൻഫുൾ ആണ്. കാരണം ആദിലാനോറയ്ക്ക് അവർക്ക് അറിയാം ഒരിക്കലും അവരുടെ ഫാമിലി വരാൻ പോകുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് വേറൊരു ഫാമിലി വന്ന് അവരൊക്കെ ഇങ്ങനെ മിംഗ്ലീനൊക്കെ കാണുമ്പോ എങ്ങനെയായാലും അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ മോട്ടീവ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ കണ്ടതിലും പറഞ്ഞുള്ള. അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താ, ഈ ഷോ കാരണം ഇപ്പൊ കഴിഞ്ഞ എനിക്കുള്ള പോലെ എനിക്കെന്നെ മനസ്സിലായി എങ്ങനെ അച്ഛൻ വരരുതെന്നായിരുന്നെങ്കിലും അച്ഛൻ വരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുമല്ലോ. വന്നു, എല്ലാ കാര്യവും ക്ലിയർ ആയപ്പോൾ നമ്മളല്ല ഇന്റെ ആവശ്യം അതായിരുന്നു ബിഗ് ബോസ് കൊണ്ട്. അല്ലാതെ എനിക്ക് മറ്റേ ടൈറ്റിൽ അടിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ അച്ചീവ്മെന്റ്സ് അല്ല. എന്റെ അച്ചീവ്മെന്റ് അതായിരുന്നു. ആദിലാനോറിന്റെ അച്ചീവ്മെന്റ് അവരുടെ മനസ്സിനകത്ത് എന്താ, ഫാമിലി വരണം, പാച്ചപ്പ് ആവണം, അവരെ ഫാമിലീസ് അവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഓൾറെഡി 2 ആൾക്കാർ ഫാമിലി വന്നു, അടുത്ത ആളുടെ ആ ഫാമിലി വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ള സമയത്ത് ആ കോമഡി ദഹിക്കില്ല ഒരിക്കലും. അതിലെ കരഞ്ഞത് ഭയങ്കര ട്രൂ ആയിട്ടാണ്. അത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ആദിലാനോറിന്റെ ഫാമിലിനോടാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യണം അവരെ കാര്യം. അല്ല എന്നാലും സ്വന്തം മക്കളല്ലേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുമ്പോ അതായത് നൂറയുടെ ഫാമിലി റെഡിയാണ് നൂറേനെ ആക്സെപ്റ്റ് ചെയ്യാൻ, ആദില ഇല്ലെങ്കിൽ ആദിലയുടെ ഫാമിലി റെഡിയാണ് ആദിലനെ ആക്സെപ്റ്റ് ചെയ്യാൻ, നൂറ ഇല്ലെങ്കിൽ. ഇതാണ് സംഗതി. പക്ഷെ അവര് രണ്ടും ഒന്നിച്ചല്ലെങ്കിൽ അവര് നിങ്ങൾ ആരെ ആക്സെപ്റ്റ് ചെയ്യാൻ അവരും തയ്യാറല്ല. മതം സൊസൈറ്റി ഒക്കെ വലുതും മതമാണ് പ്രശ്നം. മതത്തില് സൊസൈറ്റി ഇടപെടണ്ടല്ലോ. പിന്നെ മാത്രമല്ല സൊസൈറ്റിയെ നോക്കാതെയൊക്കെ ജീവിക്കാൻ പറ്റൂലേ. ഇത് സൊസൈറ്റി അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന ഇത് അതൊന്നുമല്ല. ഇത് മതപരമായിട്ടുള്ള വിഷയങ്ങളും പിന്നെ അതിലുപരി എന്താ പറയാ ചില പാരന്റ്സിനുള്ളൊരു വാശിയുണ്ട്. അതായത് ഈ ഞാൻ പറയല്ലോ, ഞാൻ എൻ്റെ അച്ഛനും അമ്മേനോട് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ജീവിച്ചു. ഇപ്പം ഞാൻ സ്നേഹ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ തുറന്നു പറഞ്ഞതാണ്,
അതിനൊക്കെ ഒക്കെ കാരണം കൊണ്ടാണ് ഞാനും അച്ഛനൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ജീവിച്ചു, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജീവിച്ചു, നിങ്ങൾക്ക് കുട്ടികളായി, അത് ഞങ്ങളാണ്. നിങ്ങൾ വീണ്ടും അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തലേക്ക് അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി മുന്നോട്ട് ബാക്കിയുള്ളവർ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്ത് ഒരു ടൂളാക്കരുത്. മനസ്സിലായോ? ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടെ ഫ്രീഡം ഉണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ആസ് എ ഗുഡ് പാരന്റ് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ പറ്റ കൈവിട്ട് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിൽ വരുമ്പോൾ വീണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാരൻസിൻ്റെ കടമ. അല്ലാതെ മക്കളെ ജീവിതകാലം മുഴുവൻ അടിമകളെ പോലെ, അതായത് അച്ഛനമ്മമാരുടെ എല്ലാ എന്താ പറയുക കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാനും അവരുടെ അഹങ്കാരവും അവരുടെ സന്തോഷവും ഒക്കെ നമ്മളിലൂടെ നടത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടില്ല. മക്കളെന്ന് വെച്ചാൽ അവരായിട്ട് വളരാൻ സമ്മതിച്ചാൽ മതി. അതെ, ഒരു പരിധി വരെ മോണിറ്റർ ചെയ്യാം, ഒരിക്കലും എന്ത് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്യരുത്. അവരൊന്നും അവരുടെ മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ, അവരുടെ ഉള്ളിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാവണല്ലേ. ഇതെന്താ അറിയോ, അല്ല ഇതിപ്പോ എന്താ പറയാ, ഇതിപ്പോ അവരിതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവർ അച്ഛനും അമ്മയും പറയണ പോലെയുള്ള ഒരു ലൈഫ് എത്ര ആളെ ലൈഫാ പോകുന്നത്. അതുകൊണ്ട് എത്ര ആളെ, അതുകൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ചിലപ്പോ സുഖം കിട്ടും. അവര് വിചാരിക്കുമ്പോ എന്താ, അവർക്ക് ഇഷ്ടത്തിന് മകളൊരു കല്യാണം കഴിച്ചതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് അവരെന്ത് ചെയ്യും, അവര് പടച്ചോനെയും വിളിച്ചു പോകുന്നുള്ള അവരുടെ വിചാരം. അവര് കൊളാക്കുന്ന ഒരു ആണിന്റെ ജീവിതവും സ്വന്തം മകളെ ജീവിതവും അങ്ങനെയൊക്കെയാണ്. ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതെന്താ പറയുക, ഇവരൊന്നും തിരുത്താനോ മാറ്റാനോ പറ്റില്ല നമ്മളെ കൊണ്ട്. ശ്രമിച്ചിട്ടും കാര്യമില്ല. എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഏറ്റവും നല്ലത്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ തിരുത്താൻ നടക്കണേക്കാളും നല്ലത് നമ്മള് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. പിന്നെന്താ പറയാ, കൊറേ ഇതില് ഈ കത്തണ വീട്ടിക്ക് പിന്നെയും മണ്ണെണ്ണ കോരി ഒഴിക്കാൻ വേറെ കുറെ കൂട്ടക്കാരും കുടുംബക്കാരും വേറെയും കാണും. അത് വേറെ സ്കീം. ഇപ്പൊ എന്താണെങ്കിലും അതിലങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോ പോയിട്ടില്ലേ അത് പറയുന്നത് അറിയാതാണെങ്കിലും ഓടിച്ചെന്ന് സോറിയൊക്കെ പറഞ്ഞത് റെഡിയാക്കി. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, അനീഷിന്റെ അമ്മ വന്നിട്ട് ആദിലിനെയും നോറേനെയും, ശരിക്കും അനീഷിന്റെ അമ്മയ്ക്ക് ആദിലിനോടൊരു ദേഷ്യം തോന്നാം, അല്ല ഞാൻ പറയാം തോന്നാം, ചിലപ്പോ തോന്നാം. പക്ഷെ എന്നാലും ആദിലേനെയും നൂറേനെയാണ് അവരെന്ത് ചെയ്തത് കൂടുതൽ കയ്യിൽ പിടിച്ചിട്ട്. ഇപ്പൊ കഴിഞ്ഞോളം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അഭിഷേകിനെ ഭയങ്കരമായിട്ട് വരുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ അഭിഷേകിനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ മരിച്ചതിൻ്റെതുള്ളതുകൊണ്ട് ആ കത്ത് എഴുതിയ ലെറ്റർ എഴുതിയോണ്ടൊക്കെ അഭിഷേകിനെ ഭയങ്കരമായിട്ട് എല്ലാവരും വാരി കൊടുക്കുക, ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. അന്നും എല്ലാരും റിജക്ട് ചെയ്ത രണ്ടാൾക്കാരെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആരാ പറയാൻ പറ്റുമോ? ഒന്ന് സായി കൃഷ്ണൻ, ഒന്ന് അർജുൻ. രണ്ടാളും ഇങ്ങനെ ഇപ്രാവശ്യം പോയടാ ഒരാളും മൈൻഡ്. സത്യം ഞാനും അർജുൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, അന്ന് നോക്കിയോ ആൾക്കാരെ പറഞ്ഞിട്ടും അവർക്ക് കാണുമ്പോ ഒരു സ്നേഹമൊക്കെ തോന്നണ്ടപ്പോൾ ഞങ്ങളെ രണ്ടാളി ഒരാള് തിരിഞ്ഞു നോക്കിയാൽ അറിയില്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത് ആകെ തോന്നുന്നത് ജാഫർ ഭായി മാത്രം. തിരിഞ്ഞു സിജോന്റെ മമ്മിയും പപ്പിയും കഴിഞ്ഞു. പിന്നെ നന്ദുവിന്റെ വന്നപ്പോ രണ്ടേട്ടന്മാരെ നോക്കിയില്ലേ, എന്തിനാദ്യം പറയണ അളിയന് വരെ നോക്കിയില്ലേ. അതെ, എന്ത് കഥയെന്ന് ഞാൻ ഇതുണ്ടായ കഥ അർജുന ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇനി പണി ഞങ്ങൾ എണ്ണയായിരുന്നു ഇങ്ങനെ വന്നിട്ട് നോക്കിയില്ല. അങ്ങനെ കാണാൻ ആകാശത്തിലാണ്. അയ്യോ, ഇന്ന് വേറെ ഒരു സീൻ ഉണ്ടായിരുന്നു, ആ എടുത്ത് കാണിക്കണം ശരിക്ക്. ആ ആര്യൻ അവിടെ നോമിനേഷൻ നടക്കുമ്പോ അവിടെ പാട്ടും പാടി അവിടെ സോഫയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. ഇതിന് ആരോ ഏറ്റവും കിണ്ണം ഫാമിലി, അതായത് ഗെയിം ചേഞ്ചിങ് ഫാമിലി. നിങ്ങൾ പറയും ചിലപ്പോ അതിലെന്ന്, കാരണം നമ്മളെ കയറാൻ പോണത് ദിയ ചേച്ചിയും പിന്നെ ജാസ്മിനുമാണ്, ജാസ്മിൻ മൂസ. അതല്ലാതെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ പറ. ഒനീലിന്റെ ഫാമിലി അവരങ്ങനെ ഗെയിം ചേഞ്ചിങ് ആവില്ല. ഇല്ല, അങ്ങനെ ഗെയിം ചേഞ്ചിങ് ആവുന്നില്ല. ഞാൻ പറയട്ടെ, അക്ബറിന്റെ ഫാമിലി, അക്ബറിന്റെ വൈഫ് 36 ഒരു ഗെയിം തിരിക്കാനുള്ള അല്ലെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. അക്ബർ ആർമി, അക്ബർ ആർമി. ഓ, ഇന്ന് കേറിയിട്ടില്ലേ അക്ബറിന്റെ? നാളെ കാണാം.
അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ. പക്ഷെ ആ മാരാറിന്റെ എപ്പിസോഡിന്റെ ഇത് കാണിച്ചത് അയ്യോ മാരാറ് ഭയങ്കര ഫാമിലി റൗണ്ട് ഇമ്പാക്ട് മാരാറിന്റെ. ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മാനാറിന്റെ അതൊരു ആ പാട്ട് ഇഷ്ടപ്പെടാത്തതും ആ ഓട്ടവും ഇതൊക്കെ ഭയങ്കര അത് എന്റെ പവിഴമണിയല്ലേ. അത് ഞാൻ ഇവിടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞു. ഞാനിപ്പോ ഇല്ലാത്ത സമയത്ത് വളരെ നന്നാക്കി കൊണ്ടുപോയി വളർത്തി കൊടുന്ന കുട്ടീനെ ഒന്ന് തുറന്നു വിട്ടപ്പോ അവിടെ പോയി ഉമ്മക്കിനെ കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയാണ് എന്റെ മുന്നിൽ വെച്ചിട്ട് കെട്ടിപ്പിടുത്തവും ലിപ്ലോക്കൊക്കെ ഇരുന്നുണ്ട്. ശരിക്കും ഞാൻ സ്നേഹന്റെ ഒപ്പം ഒരു ജൂനിയറോ മിഷ്കയോ ആരെങ്കിലൊക്കെ വരുന്ന വിചാരിച്ചു. 2 ദിവസം മുന്നേ നോറ ഓസ്കാനെ കണ്ടപ്പോഴും പറഞ്ഞു ആ ഫ്രെയിം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വന്നത് മഴ പെയ്തതും ഞാൻ വരുന്നത് എന്റെ ഡ്രസ്സിന്റെ കളറൊക്കെ നല്ല ഡ്രസ്സിന് ആലോചിച്ചൊക്കെ ആ ഫ്രെയിമില് എന്റെ ആക്സോ ജൂനിയറൊക്കെ വരുന്നത് ഞാൻ പറയാ ഒന്ന് ആലോചിച്ചൊക്കെ ആ ഫ്രെയിം. ഓ ഫസ്റ്റ് ചീറിന്നുണ്ടേ പൊള്ളിച്ചിന്ന് എന്നിട്ട് വരുമ്പോ ശബ്ദങ്ങളൊക്കെ എല്ലാം തോലും കഷ്ണങ്ങളും ബാക്കിയോടെ കിടക്കണോ ചെതറി കിടക്കണുണ്ടാവും. ബിഗ് ബോസിന്റെ ശബ്ദമൊക്കെ ബിഗ് ബോസ് അതല്ല പറയും. ബിഗ് ബോസ് അവസാനം പറഞ്ഞിട്ട് അയ്യോ പട്ടി ഏതെങ്കിലും സീസണിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് പെറ്റിനെ കയറ്റും അല്ലേ. അല്ല നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പെറ്റ്സ് ഉണ്ടാവുമല്ലോ. ഫാമിലി പറയുമ്പോ അവരെ പെറ്റ വന്നിട്ടുണ്ടേ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. ഗോൾഡൻ റിട്രീവർ ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ ആവുട്ടത്. ഭയങ്കര സംഭവം. പെറ്റ് വീക്ക് ഒന്നാക്കണ്ട ഏതെങ്കിലും ഒന്നിനും അടി കയറ്റി വിട്ടാൽ അതുണ്ടല്ലോ അവിടെ ഒരു പെറ്റ് സ്പൈക്കുട്ടൻ. സ്പൈക്കുട്ടൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സ്പൈക്കുട്ടൻ തല നമ്മളെ വണ്ടിയിൽ സ്പൈക്കുട്ടൻ ഉണ്ടായിരുന്നല്ലോ. നല്ല കൂട്ടം വലിച്ചു സ്പൈക്കുട്ടൻ ഉറങ്ങിയോ? സ്പൈക്കുട്ടൻ നല്ല ഉറക്കത്തിലാട്ടോ. ഞങ്ങളെ വണ്ടിയിലെ സ്പൈക്കുട്ടനാണ് നല്ല ഉറക്കത്തിൽ. അണ്ണാമലൈ. ഓക്കെ ഗൈസ് പവിഴമഴയെ തുടരും. ആര് തുടർന്നില്ലേലും സാബുമാൻ ഞാൻ പറയട്ടെ ഈ സീസൺ കഴിഞ്ഞ അടുത്ത സീസണിലും അവിടെ എന്തോ ഒരു പ്രത്യേക പരിപാടി. അതല്ല ഞാൻ പറഞ്ഞ സാബുമാനെ സേഫ് ആക്കുന്നത് സാബുമാനോ രക്ഷപ്പെടുന്നവരല്ല ബാക്കിയുള്ള ആൾക്കാരെ കളിയാണത്. സാബുമാന് പോലും അറിയില്ല എന്താ സംഭവിക്കുന്നു ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നു. അയാളാണെങ്കിൽ പോവാൻ റെഡി ആയി നിക്കാണ്. സാബുമാന്റെ ഫാമിലി പറയുന്നുണ്ടോ സിസ്റ്റർ ഒക്കെ ഭയങ്കര ഉഷാറാണ്. ഒന്നും പറയാനില്ല. സാബുമാൻ നീ തുടരുന്നു മേടിക്കണ്ട നീ തുടരും. നിങ്ങള് നല്ല PR ഒക്കെ കൊടുത്തല്ലേ എന്റെ ചിരിയുടെ ഇരിക്കണ്ടാവും. എന്ത് PR എന്റെ ആഴ്ചയിലൊരു പൈസ കൊടുത്തു. അപ്പൊ ഞങ്ങൾ നിർത്താണ്. ബൈ ബൈ. അല്ല അങ്ങനെയല്ല നാട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. ഞാൻ ഭയങ്കര ഹിറ്റല്ലേ പുറത്തെ എന്റെ ചിരി നിന്നിട്ട്. പാവണ്ട് പക്ഷെ അതെ പാവാണ് ഉള്ളതില് ഉപദ്രവകാരി അല്ലാതെ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇന്നും ലക്ഷ്മിനെ കാണിച്ചില്ല. ലക്ഷ്മി സൈഡാണ്. ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ള ലക്ഷ്മി സൈഡ്. എത്ര എന്നെ കാണിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറക്കി വിടണം. ലൈവ് പോലും എന്നെ കാണിക്കില്ല. ഡാൻസ് കളിക്കാൻ വരുമ്പോഴത്തെ എവിടെയോ ഒരു നിഴല് പോലെ കണ്ട് നിഴലായി. ഇതാണ് ഇപ്പൊ ലക്ഷ്മിന്റെ അവസ്ഥ. നമ്മളെ ഫുള്ള് ഞാൻ ഞാൻ ഭാര്യനെ കാണാനോ വീട്ടിൽ കോമഡികൾ എന്തായാലും ഉണ്ടോ. എക്സ്പ്രഷൻ വർത്താനം നമ്മള് പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. നമ്മള് വെറുത്ത് ഇഷ്ടപ്പെട്ടതാ. നമ്മളെന്തൊക്കെ പറഞ്ഞത്. ഓ എന്നാൽ ലാലേട്ടനെ താക്കിയപ്പോ നമുക്ക് എല്ലാവർക്കും വലിച്ചു കയറാനുള്ള ദേഷ്യം അച്ഛനും അമ്മയും വരുമ്പോ ഇറങ്ങി പോകാൻ പറയോ? എനിക്കൊന്നും ഇപ്പൊ ലാലേട്ടനാണെങ്കിലും അത് മനസ്സിലായി തോന്നുന്നത്. അപ്പൊ ഞങ്ങള് നിർത്താണ്. ബൈ.